ഇന്ന് കുറച്ചൊരു പയക്കുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പയക്കുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്ന് എഡിറ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുത്ത് കുറച്ച് മുന്നേ ഒന്ന് ഊട്ടി വരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊട്ടി എന്ന് പറയുമ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം. പ്ലേസ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ട് ചെറുപ്പം തൊട്ടേ ഉള്ള എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഊട്ടിയിൽ പോകാന്നുള്ളത്. ഊട്ടിയെ കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു 24 കൊല്ലം എടുക്കേണ്ടി വന്നു. 24 കൊല്ലം എടുത്ത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഊട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഊട്ടി മൊമെൻറ്റ്സ് അത്രയും സ്പെഷ്യൽ ആയിരിക്കണമെന്ന് ഫാസിന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഈ ഊട്ടിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പോയി പറഞ്ഞു കേട്ടതല്ലാതെ കണ്ടിട്ടുള്ള ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഊട്ടിയിലേക്ക് പോയത്. പിന്നെ മഴക്കാലമാവാൻ കാത്തു നിന്നാൽ പിന്നെ വീണ്ടും നീളുന്നുള്ളതുകൊണ്ട് കുറച്ച് വെയിൽ കുറഞ്ഞൊരു സമയം നോക്കിയിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട്. ഈ ട്രെയിനൊക്കെ വരുന്നത് കാണാൻ എന്താ ഒരു അടിപൊളി. ഈ ലൗഡേലിൻ്റെ അവിടെ ഈ ട്രെയിൻ പോയതിൻ്റെ ശേഷം പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ചായ കുടിച്ചെന്നല്ലാതെ നമ്മൾ വൈകുന്നേരം ഒരു 5 മണിയായിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു മലയാളി ഹോട്ടലിൽ തപ്പി പിടിച്ച് ലാസ്റ്റ് നമ്മൾ കുഴിമന്തി കഴിച്ച്. നൈറ്റ് വ്യൂ അവിടെ അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ സ്ട്രീറ്റുകളിലൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുത്തെ ഫേമസ് ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നൈറ്റ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് റിട്ടേൺ നാട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴി നമ്മൾ മൊട്ടക്കുന്നിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കുന്നിലേക്കാട്ടോ പോയത്. അവിടെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ ഇവൻ്റെ പട്ടിഷൊക്കെ ഉണ്ട്. അവിടെ നല്ല ചെമ്മരിയാടുകളുടെ ഇടയിൽ കൂടെ ഞങ്ങളിങ്ങനെ പ്രണയിച്ച് ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. സത്യം പറഞ്ഞ ചെമ്മരിയാടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം ഇട്ടിട്ട് ഭയങ്കര ചൂട് പോക്കിയിട്ടുകൊണ്ട് ടീഷർട്ട് ഇട്ടിട്ടപ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടിയതെന്ന് തന്നെ സത്യം പറഞ്ഞാൽ പറയാം. പിന്നെ നമ്മളൊരു കോണൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോഴാണ് കോട ഇറങ്ങുന്നത്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് കോട എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ നല്ലൊരു വ്യൂ കണ്ടിട്ട് ഈ കുതിരകൾ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കണ്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഓക്കെ, ബൈ.